സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളാണ് ബ്രുവറി വിഷയത്തിൽ സർക്കാർ എടുക്കുന്നതെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് എം.പി. രാജേഷ്. സംസ്ഥാന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ജലദൗർലഭ്യ പ്രശ്നമില്ലെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ഒരു വികസനവും അനുവദിക്കില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ പ്രശ്നമാണ്, കുടിവെള്ള പ്രശ്നം. ഒരു കിണറിനെയും ബാധിക്കാത്ത രീതിയിൽ 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി. അതിൻ്റെ എണ്ണം പഠിച്ചോ ശരിക്കും? 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ, അതൊരു കൊല്ലം പൂർണ്ണമായിട്ട് സംഭരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത മഴ വരുമ്പോൾ വീണ്ടും സംഭരിക്കാൻ പറ്റും. ഒരു പ്രയാസമില്ല. വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് വേറില്ല. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം വികസനത്തിന് വോട്ടുണ്ട്. ആ വോട്ട് കിട്ടിയാൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. കോൺഗ്രസുകാർ ചർച്ച ചെയ്തതാണ്. വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ധൈര്യമില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. അഴിമതി ആരോപണത്തിൽ നിന്നും പ്രതിപക്ഷം പിൻവാങ്ങി. സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത് അതുകൊണ്ടാണെന്നും എം.പി. രാജേഷ് വ്യക്തമാക്കി. ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി പുതിയ പ്രശ്നങ്ങളാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ടെൻഡർ വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞുപോയി, തെറ്റായിപ്പോയി എന്ന് പ്രതിപക്ഷം സമ്മതിക്കട്ടെ. അതാദ്യം പറയട്ടെ. അഴിമതി ആരോപിച്ചവർ ഇപ്പം അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ 2 തവണ വ്യക്തമാക്കിയതാണ്. പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഭൂമി കച്ചവട മാർക്കം നടത്താം, അതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അനുവദിക്കാൻ പാടില്ല. ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണം. ജനതാൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് പിൻവലിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.